ഹായ് എവ്രി വൺ, വെൽക്കം ടു റോഷ്നീസ് ഫുഡ് ആൻഡ് ലൈഫ്. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വേറൊന്നുമല്ല, ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. റവ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിഡിലറ്റ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, പുറത്ത് ക്രിസ്പി ആയിട്ടും അകത്ത് സോഫ്റ്റ് ആയിട്ടുമുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ സമയം കളയാതെ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ കിഡിലറ്റ് റവ സ്നാക്ക് റെസിപ്പി തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. നമ്മുടെ റവ കൊണ്ടുള്ള അടിപൊളി സ്നാക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പാൻ ഒന്ന് ചൂടാവട്ടെ, നമുക്ക് അതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാമേ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു സൺഫ്ലവർ ഓയിലാണ് കുറച്ചുകൂടി നല്ലത്, കാരണം ഞാൻ മറ്റേ നമ്മുടെ വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിച്ച് ഇതുവരെ ചെയ്തിട്ടില്ല. സൺഫ്ലവർ ഓയിൽ വെച്ച് തന്നെ കേട്ടോ ചെയ്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ ആയിരിക്കും ബെസ്റ്റ്. അപ്പൊ ഇപ്പൊ അഥവാ സൺഫ്ലവർ ഓയിൽ ഇല്ലെന്ന് കരുതി കുഴപ്പമില്ല, നമ്മുടെ വെളിച്ചെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നമ്മുടെ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാനൊരു ചെറിയ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 പച്ചമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാനിവിടെ ചേർക്കുന്നില്ല, ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഞാൻ അല്പം മുളക് പൊടി ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല. ഇനി നമുക്ക് അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വഴന്ന് ഇപ്പൊ ഷെയ്ഡൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഉള്ളിയുടെ. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ റവയ്ക്ക് വേവാൻ ആവശ്യമായ വെള്ളം ചേർക്കണം. അപ്പൊ ഞാൻ 1.25 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഞാൻ 1 കപ്പ് റവയാണ് ഇവിടെ ചേർക്കുന്നത്. അപ്പൊ 1 കപ്പ് റവയ്ക്ക് 1.25 കപ്പ് വെള്ളമാണ് കണക്ക്. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പോവല്ലേ. അപ്പൊ ജസ്റ്റ് നമ്മുടെ റവ ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. അപ്പൊ 1.25 കപ്പ് വെള്ളത്തിന് 1 കപ്പ് റവ കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എടുക്കുന്ന അളവ് അനുസരിച്ച് കൂട്ടിയെടുത്തോണം. അപ്പൊ നിങ്ങൾ 2 കപ്പ് റവ എടുക്കുവാണെങ്കിൽ അപ്പൊ അതനുസരിച്ച് 2.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിന് എടുത്തോണേ. അപ്പൊ നമുക്ക് വെള്ളം ഒന്ന് തിളക്കട്ടെ. അപ്പൊ അതിനോടൊപ്പം തന്നെ നമുക്ക് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാമേ. അപ്പൊ നമ്മുടെ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ റവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. റവ വെള്ളം കൂടി ചേർന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി നമുക്ക്. അപ്പൊ നമുക്ക് ഇതൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പൊ നമ്മുടെ റവയുടെ മിക്സറിനെ ഞാനിപ്പം ഒരു ബൗളിലോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പൊ അധികം ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം നമുക്ക്. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഏതിലാണോ ബോൾസ് ആക്കി നമ്മൾ ആ ഷേപ്പിലാക്കി വെക്കുന്നത്, അതിൽ ഞാൻ ജസ്റ്റ് കുറച്ച് കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളത് വെക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. നമ്മൾ റവ ഇങ്ങനെ ബോളാക്കി ഇങ്ങനെ ചെറുതായിട്ട് പരത്തി വെക്കുമല്ലോ. അപ്പൊ ആ സമയത്ത് അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ആ പ്ലേറ്റിൽ കുറച്ച് കോൺഫ്ലവർ ഇങ്ങനെ തൂക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഈ ഷേപ്പിലാക്കി എടുത്താലോ. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കുക. അതിനുശേഷം നമ്മുടെ കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. നിങ്ങൾക്ക് റൗണ്ട് അല്ല വേറെ ഏതെങ്കിലും ഷേപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ആക്കാം. അപ്പൊ സൈസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ. ചെറുപ്പും വലുപ്പവും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കി എടുക്കാം. കണ്ടോ, ഇതേപോലെ റൗണ്ട് ആക്കി എടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ആ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം.
ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള റവയുടെ മിക്സർ എല്ലാം ബോൾസ് ആക്കി എടുക്കാം. ഇനി നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റവയുടെ ബോൾസ് എല്ലാം നമുക്ക് വറുത്തെടുക്കണം. അപ്പൊ അതിനായിട്ട് ഞാനൊരു പാൻ കാസ്റ്റോയിൽ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് ഓയിലും ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. നമുക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റവയുടെ ബോൾസ് ഇല്ലേ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ റവയുടെ ബോൾസ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തെടുത്ത റവയാണ്. അപ്പം ഒരുപാട് നേരം ഒന്ന് ഫ്രൈ ചെയ്യൊന്നും വേണ്ട. നമുക്ക് ജസ്റ്റ് ഒന്ന് പുറവ് നമ്മുടെ മുകൾ വശം ഒന്ന് മുരിഞ്ഞു കിട്ടിയാൽ മാത്രം മതി നമുക്ക്. നമ്മുടെ റവ കൊണ്ടുള്ള അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാനൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള കിടിലൻ സ്നാക്ക് ആണത്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ റവ സ്നാക്ക് റെസിപ്പി? അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പി അല്ലേ ഇത്? ചായ അവിടെ തിളയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഇടാൻ ആരും മറക്കരുത്. ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ആദ്യമായിട്ട് കാണുന്നവരുണ്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിനും വരെ ബൈ, ടേക്ക് കെയർ. രുചിയുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കട്ടെ. സ്നേഹത്തോടെ റോഷ്നീസ് ഫുഡ് ആൻഡ് ലൈഫ്.